നമ്മൾ ഇന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് CSIR നെറ്റിന് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ അതായത് ഒരു സബ്ജക്റ്റിന്റെ അണ്ടറിൽ എന്തൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇതിൽ ഞാൻ ചില ടോപ്പിക്സ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യും വിത്ത് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും. അതായത് നമ്മളൊരു 5 ഇയർ 6 ഇയർ എടുക്കുന്ന സമയത്ത് കോമൺ ആയിട്ടും ഇപ്പൊ വരുന്ന ഒരു ടെൻഡൻസി എന്താ വെച്ചാൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട്, അതിൽ ചില വാല്യൂസുകളോ അല്ലെങ്കിൽ ഒന്നും കൂടി കോൺസെപ്റ്റിന് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ട്, അതായത് നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുമല്ലോ, ആ കോൺസെപ്റ്റിന്റെ അതേ പ്രീവിയസ് ആയിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതേ ചോദ്യം തന്നെ വരും, ചിലപ്പോൾ അതിൽ വാല്യൂസുകൾക്ക് മാറ്റം വരുത്തിയിട്ടോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ആഡ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ക്രിസ്റ്റലോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ റീസെന്റ് പ്രീവിയസ് ഇയേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം, ഇതിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ സബ്ജക്ട് എടുത്ത് പറയുന്നുണ്ട്, ടോപ്പിക്സ് എന്ന് എഴുതിയാൽ സബ്ജക്ട് എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്റ്റലോഗ്രഫി, എക്സ്റേ ഡൈഫ്രാക്ഷൻ, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബോണ്ടിങ്, ലാറ്റിസ് വൈബ്രേഷൻ, ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റ്, ഫ്രീ ഇലക്ട്രോൺ തിയറി, ബാൻഡ് തിയറി, സൂപ്പർ കണ്ടക്ടർ, ക്രിസ്റ്റൽ ഡിഫക്റ്റ്. പിന്നെ ഇതിൽ നമ്പർ ഓഫ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഇതിൽ ചോദിച്ചത്. ഇന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം സോളിഡ് സ്റ്റേറ്റ്, ഇതുപോലെ എല്ലാ സബ്ജക്റ്റും പറയും കേട്ടോ. അപ്പൊ സോളിഡ് സ്റ്റേറ്റിൽ നിങ്ങൾ വിചാരിക്കും, ഓ ഇതിപ്പോ എല്ലാം ഉണ്ടല്ലോ മിസ്സേ സിലബസിൽ, എല്ലാം പഠിക്കണ്ടേ, അങ്ങനെ തോന്നും നിങ്ങൾക്ക്. പക്ഷെ ഇതിൽ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ഉള്ളതുണ്ട്. ക്രിസ്റ്റലോഗ്രഫിക്ക് ആകുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നറിയോ വന്നിരുന്നത്? 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. അതായത് ഒരു 5 ഇയേഴ്സിന്റെ എടുക്കുന്ന സമയത്ത്, അതായത് എക്സ്റേ ഡൈഫ്രാക്ഷൻ റെസിപ്രോക്കൽ ലാറ്റിസ് വെച്ച് കഴിഞ്ഞാൽ 7 ക്വസ്റ്റ്യൻസ് ആണ്. ക്രിസ്റ്റൽ ബോണ്ടിങ് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ, ഇതുവരെ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ലാറ്റിസ് വൈബ്രേഷൻ ഏകദേശം 6 എണ്ണം വന്നിരുന്നത്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 6 എണ്ണം. ലാറ്റിൻ ഹീറ്റ് ഓഫ് വൈബ്രേഷൻ ഏകദേശം 5 എണ്ണമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺ തിയറിന്ന് 16 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ബാൻഡ് തിയറിന്ന് 17 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സൂപ്പർ കണ്ടക്ടർ, ക്രിസ്റ്റൽ ഡിഫക്റ്റ്, ഈ രണ്ടെണ്ണത്തിനും കൂടിയിട്ട് ഒരു സൂപ്പർ കണ്ടക്ടറിന് 7 എണ്ണം, ക്രിസ്റ്റൽ ഡിഫക്റ്റിന്ന് 2 ക്വസ്റ്റ്യൻസും. അതായത് ഇത് ഞാനൊരു ഔട്ട്ലൈൻ പറഞ്ഞതാണ്. ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ വന്നിരുന്നത്? നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടൻസഡ് മാറ്ററിൽ വന്നിരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതാ പഠിക്കേണ്ടത്? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഏറ്റവും കൂടുതൽ ഏതാ പഠിക്കേണ്ടത്? ബാൻഡ് തിയറി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ബാൻഡ് തിയറിന്ന് ഈ എല്ലാ കൊല്ലവും, അതായത് ഒരു ഇയറിൽ 2 ചോദ്യങ്ങളേലും വരുന്നുണ്ട്. ഒരു ഇയറിൽ 2-3 ക്വസ്റ്റ്യൻസ് വരെ ബാൻഡ് തിയറിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റിന്നും പഠിക്കണം. ഫ്രീ ഇലക്ട്രോൺ തിയറി ഡെൻസിറ്റിയുടെ ഭാഗമാണ്. ഡെൻസിറ്റി ചോദിക്കും, നമ്പർ ഓഫ് ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെൻസിറ്റിയും എനർജിയുടെ ടേം, കൈനറ്റിക് എനർജിയുടെ ടേം, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോ അതുപോലെ തന്നെ ഈ ലാറ്റിസ് വൈബ്രേഷൻ ഉണ്ടല്ലോ, ലാറ്റിസ് വൈബ്രേഷനും ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റും, അതൊന്നും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ 5 എണ്ണം വന്നിരിക്കുന്നത് റീസെന്റ്. സോ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാ, ഒന്ന് ബാൻഡ് തിയറി, ഒന്ന് സൂപ്പർ കണ്ടക്ടിവിറ്റി. അതുപോലെ തന്നെ ക്രിസ്റ്റലോഗ്രഫിയിൽ എക്സ്റേ പഠിക്കുക. അതുപോലെ തന്നെ ക്രിസ്റ്റലോഗ്രഫി അതായത് FCC ആണോ BCC ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത് വെച്ചാൽ 69 ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് മാത്രം വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 69 എണ്ണമാണ്. അതിലെ നിങ്ങൾ 60 ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഹൈലൈറ്റ് ചെയ്ത ടോപ്പിക്സ്, അതായത് ഞാൻ ഇതും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇത്രയും ടോപ്പിക്സ് ഒന്ന് നോക്കണം. ക്രിസ്റ്റൽ ബോണ്ടിങ്ങും ക്രിസ്റ്റൽ ഡിഫക്റ്റും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ബാൻഡ് തിയറി, ഫ്രീ ഇലക്ട്രോണ്, അതുപോലെ ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റ്, ഇതേ കൈനറ്റിക് തിയറിയുടെ ഭാഗം തന്നെ, അതൊന്നും കൂടി ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ ഈ 3 എണ്ണം നിങ്ങൾ സെക്യൂർ ആക്കി വെക്കുക. അതിനുശേഷം ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആയി. നമ്മൾ ഇത്രയും ഭാഗം നോക്കുന്നെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലാ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അറിയാലോ, മൈക്രോ കനോണിക്കല്, ഗ്രാൻഡ് കനോണിക്കല്, കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഐഡന്റിറ്റിക് പാർട്ടിക്കിൾ, ഫേസ് ട്രേസ്, റാൻഡം വാക്ക് പ്രോബ്ലം. അപ്പൊ ഇതില് തെർമോഡൈനാമിക്സിൽ മാത്രം വന്നിരുന്നത് 128 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 ഇയേഴ്സിന്റെ ഒരു 5-6 ഇയേഴ്സ് എടുത്ത് തന്നെ 128 ക്വസ്റ്റ്യൻസാ. ഇത് നിങ്ങൾ ഇതിൽ ഏത്, ഞാൻ പറഞ്ഞു ഈ 3 എണ്ണത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോക്കാം. അതായത് ഇത് 12 ക്വസ്റ്റ്യൻസ്, ഇത് 20 ക്വസ്റ്റ്യൻസ്, നേരത്തെ ഞാൻ ഹൈലൈറ്റ് ചെയ്തത് 7. ഇതിൽ ഏത് ടോപ്പിക് വെച്ചാൽ ഈ 3 എണ്ണത്തിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈ 3 എണ്ണം. അതായത് ബാക്കി പഠിക്കേണ്ടെന്നല്ല, എൻട്രോപ്പി ഒക്കെ വേണമെങ്കിൽ ചെയ്തോളൂ, കലോറിമീറ്റർ, സെക്കൻഡ് ലോ, കാർനോട്ട് എഞ്ചിൻ, ഇതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് എന്നും ഇതൊക്കെ ആയിട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ വരുന്നത് മൈക്രോ കനോണിക്കല്. ഇതൊക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഫേസ് ട്രാൻസിഷൻ ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഫേസ് ട്രാൻസിഷൻ എന്നാണ്. ഫേസ് ട്രാൻസിഷൻ ഏകദേശം 13 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. 13 ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ റാൻഡം വോക്കിന്ന് 10 ക്വസ്റ്റ്യൻസും.
നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 എണ്ണമാണ്. അപ്പൊ റാൻഡം വോക്കും ഇതും ഇപ്പോൾ ഫേസ് ട്രാൻസിഷനും റാൻഡം വോക്കും. ഇപ്പോ ഇതില് കനോണിക്കല് ഗ്രാൻഡ് കനോണിക്കൽ ഐഡന്റിറ്റി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഒരു ടോപ്പിക് എക്സ്ട്രാ ഞാൻ പറയുകയാണ്. ഇപ്പൊ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ ഒരു സൈഡിലായിട്ട് എഴുതേണ്ടതാണ് ഐസിങ് മോഡൽ. ഐസിങ് മോഡൽ ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാൻഡ് കനോണിക്കലിന് പകരം നിങ്ങൾ ഐസിങ് മോഡൽ പഠിച്ചാൽ മതി. ഈ ഫേസ് ട്രാൻസിഷനും റാൻഡം വോക്കും ഐസിങ് മോഡൽ. ഈ ഐസിങ് മോഡലിലാണ് ആരൊക്കെ വരിക, നമ്മുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ വരും കാണാൻ, അതേപോലെ തന്നെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കാണാൻ ചോദിക്കും. പല കാര്യങ്ങളും നമ്മൾ ഈ ഐസിങ് മോഡൽ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ സെറ്റ് ആവും. കാരണം എങ്ങനെയാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ ചെയ്തത്. അപ്പൊ ഈ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഏതൊക്കെയാന്ന് മനസ്സിലായോ? നമ്മുടെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ, ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ, മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. അപ്പൊ ഐസിങ് മോഡൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതിന്റെ കൂടെ നമ്മളുടെ ഗ്രാൻഡ് കനോണിക്കൽ അല്ല, നമ്മളെ ഫെർമി ഡിറാക്, ബോസ്-ഐൻസ്റ്റൈൻ, മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഏകദേശം അതൊരു 38 ക്വസ്റ്റ്യൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ 38 + 40 ആയില്ലോ, അത്യാവശ്യം ആയില്ലോ. അപ്പൊ നിങ്ങളൊരു 38 ക്വസ്റ്റ്യൻസോളാണ് അതിൽ കണ്ടത്. അതിനെ ഞാനൊരു കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഭാഗം ഒന്ന് നോക്കുക. അപ്പൊ ഈ പറഞ്ഞ ആളുകൾ ഏതൊക്കെ? കനോണിക്കലില് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ. ഇവരും 3 പേരേനെയും ഐസിങ് മോഡലും. പാത്രിയുടെ ബുക്ക് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, ഈ ഭാഗം സ്കിപ്പ് നോക്കുക. ബാക്കി ഇപ്പൊ ഐഡന്റിറ്റി പാർട്ടിക്കിളോ ഇനിയിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ബാക്കി കുറെ ഉണ്ടല്ലോ അതിന്റെ ഉള്ളില്, ഇഷ്ടംപോലെ. ഇപ്പൊ ഫേസ് സ്പേസിന് തന്നെ വേറെ രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഫേസ് സ്പേസ് ട്രജക്ടറി ഒക്കെ ഫേസ് സ്പേസ് ട്രജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് സ്പേസിനെ പറ്റി പഠിക്കുന്നത്, ഗാമ ഫേസിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട. ഈ 3 പേരെ ലിസ്റ്റ് ചെയ്യുക. റാൻഡം വോക്ക് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഫേസ് ട്രാൻസിഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ തെർമോഡൈനാമിക്സിൽ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിൽ എന്താ പ്രത്യേകത വെച്ചാൽ ഏകദേശം 64-65 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ കണ്ടിരിക്കുന്നത്. അതില് 64 സംതിങ്, 64 മുതൽ 65, അതായത് ഒരു ക്വസ്റ്റ്യൻസിന്റെ ഇത് വന്നിട്ടുണ്ട്. മീൻസ് ഏത് മാർക്ക് ടു ഓൾ എഴുതിക്കോളാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ കറക്റ്റ് ലെവല് ഞാൻ തരാത്തത്. അപ്പോൾ ബേസിക് പ്രോപ്പർട്ടീസ് ഇത് നിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ലിക്വിഡ് ഡ്രോപ്പ് മോഡലിന് 6 ക്വസ്റ്റ്യൻസ്, ഷെൽ മോഡലിന് 9 ക്വസ്റ്റ്യൻസ്, ഇതിന്ന് 3 ക്വസ്റ്റ്യൻസ്, റേഡിയോ ആക്ടിവിറ്റിന് 4 എണ്ണം, ഗാമ ഡിക്കെന്ന് 5 എണ്ണം, ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ 1 ക്വസ്റ്റ്യൻ, പാർട്ടിക്കിൾ ഫിസിക്സ് 30 ക്വസ്റ്റ്യൻസും. അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഏതാ കൂടുതൽ പഠിക്കണ്ടേ. പാർട്ടിക്കിൾ ഫിസിക്സ് മസ്റ്റ് ആയിട്ട് നോക്കണം. പാർട്ടിക്കിൾ ഫിസിക്സിൽ നോക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ നോക്കുക. ഒന്ന് വീക്ക് ഇന്ററാക്ഷൻ ആണോ, സ്ട്രോങ് ഇന്ററാക്ഷൻ ആണോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണോ, പിന്നെ ഒന്ന് നമ്മൾ കൺസർവേഷൻ ആണോ നോക്കുന്ന ഭാഗം, അതായത് ലെപ്റ്റോൺ ആണോ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിലൊന്നും പഠിച്ചില്ലെങ്കിലും പാർട്ടിക്കിൾ ഫിസിക്സ് പോയാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്കിനാണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് ക്വസ്റ്റ്യൻ വരിക. എന്തായാലും ഞാൻ ഇത്രയും, അതായത് 4 കൊല്ലത്തിന്റെ ഉള്ളിൽ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ 30 ക്വസ്റ്റ്യൻസാ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്? 3 ക്വസ്റ്റ്യൻസോ 2 ക്വസ്റ്റ്യൻസോ മസ്റ്റ് ആയിട്ട് വരും. അതുപോലെ കൺസർവേഷൻ ഓഫ് ലോ വരും. കൂടുതൽ കൺസർവേഷൻ ഓഫ് ലോ, അല്ലെങ്കിൽ മിസ്സിംഗ് ഓഫ് എലമെന്റ്സ്, ഏതെങ്കിലും ഒരു മിക്സിംഗ് എലമെന്റ് പറയും, അതായത് എക്സ് എന്ന വേരിയബിൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അതൊക്കെ എന്തായാലും ചോദിക്കും. പിന്നെ ഒട്ടും പഠിക്കേണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഫിഷനും ഫ്യൂഷനും അതിനൊന്നും സമയം കളയണ്ട. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഇല്ലേ, ഷെൽ മോഡലും ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനും എന്തായാലും ഈ 3 എണ്ണം മസ്റ്റ് ആയിട്ട് നോക്കുക. ഏത്? ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്, അതായത് എന്തായാലും ചോദിക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ സെമി എംപിരിക്കൽ മാസ് ഫോർമുലയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. മോസ്റ്റ് സ്റ്റേബിൾ ഐസോബാർ എന്താണെന്നുള്ളത്. ന്യൂക്ലിയർ ഷെൽ മോഡലിൽ എന്തായാലും സ്പിന്നും ബാരിറ്റിയും കണ്ടുപിടിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക ഇദ്ദേഹത്തിനെയാ, ആൽഫ ബീറ്റ ഗാമ മതി. ഇത്രയും പഠിച്ചാൽ മതി. എന്തായാലും ഗാമ ഡി കെന്നും ബീറ്റ ഡി കെന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ട്രാൻസിഷൻ ചോദിച്ചിട്ട് സ്പിൻ ആൻഡ് ബാരിറ്റിക് ഗാമ ഡി കെ ബീറ്റ ഡി കെ വരും, ഉറപ്പാണ്. പിന്നെ ഒരു ടോപ്പിക് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ പഠിക്കുക. എന്താണ്? കളക്റ്റീവ് മോഡല്. എന്താണ് കളക്റ്റീവ് മോഡല്? കളക്റ്റീവ് മോഡലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടു. 2023 ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കളക്റ്റീവ് മോഡലിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയേഴ്സ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കാൻ. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 70+ എന്തായാലും നമുക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ്, ഇത് നമ്മളുടെ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ പോർഷൻസ് ആണ്. അതായത് ഞാൻ നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് മുഴുവൻ പഠിക്കാൻ പറ്റും, അത്രയും നല്ലത്. ബട്ട് ഇതിൽ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതില് കുളോംസ് ലോ ഉണ്ട് അല്ലെ, അത്യാവശ്യം ഉണ്ട്. കുളോംസ് ലോ ഉണ്ട്, ഗോസസ് ലോ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, പോയിസണസ് ഇക്വേഷൻ, ഇത്രയും ടോപ്പിക്സ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നതിനെ ഒരു കളക്ട് ചെയ്തതാ.
ഈ ക്വസ്റ്റ്യൻസ് ഇത് മസ്റ്റ് ആയിട്ട് എല്ലാ കൊല്ലം ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വരുന്നുണ്ട്. 14 ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് വരുന്നത്. അപ്പോൾ അതായത് കുളോംസ് ലോ, ഗോസസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇത് വിടാൻ നോക്കരുത്. കാരണം ഇതിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പൊ പറയാം, ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, പോളറൈസേഷൻ മസ്റ്റ് ആയിട്ട് നോക്കണം. അതിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ രണ്ടെണ്ണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ രണ്ടെണ്ണം മസ്റ്റ് ആയിട്ട് നോക്കണം. അതുപോലെ തന്നെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് വേവ് ഗൈഡ്, പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ. ഇത് നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം പോയിന്റ് വെക്ടർ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വേവ് ഗൈഡും പൊട്ടൻഷ്യൽ ഫോർമേഷനും. പിന്നെ റേഡിയേഷൻ ഫ്രോം മൂവിങ് ചാർജ്, അതിപ്പോ റീസെന്റ് ഒരു 3 കൊല്ലമായിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതൊന്ന് 9 ക്വസ്റ്റ്യൻസ് ആ വരുന്നിരിക്കുന്നത്, 9 എണ്ണം. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗം EM വേവ്സ്, ഫേസ് സ്പേസ്, ഡൈലക്ട്രിക് കണ്ടക്ടർ. ഇത് നിന്ന് 22 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇവർക്കാണ്. കാരണം കമ്പാരിറ്റീവ്ലി 9 ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് വന്നിരിക്കുന്നത്. ബൗണ്ടറി കണ്ടീഷൻ എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇപ്പോ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഉണ്ടോ? മൾട്ടിപ്പിൾ എക്സ്പാൻഷന് 7 മുതൽ 9 ക്വസ്റ്റ്യൻസാ. ഇത് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇത്ര ഭാഗങ്ങൾ ഞാൻ പറയും. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് മാക്സ്വൽ ഇക്വേഷൻസ് നോക്കാം. പക്ഷെ മാക്സ്വൽ ഇക്വേഷൻസ് എന്നൊക്കെ 5 ചോദ്യങ്ങളേ ഉള്ളൂ ആകെ. അതൊക്കെ പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല. ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടാത്ത ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തത്. ഒന്ന് 14 മാർക്കുള്ളത്, 14 ക്വസ്റ്റ്യൻസ് ഉള്ളത്, അതായത് ഞാൻ ഈ ടിക്ക് ചെയ്യാം. കുളോംസ് ലോ, മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ, ബയോട്ട് സാവർട്ട്സ് ലോ, മാക്സ്വൽ ഇക്വേഷൻ നോർമലി പഠിച്ചാൽ മതി. EM വേവ്സ്, ഫ്രീ സ്പേസ്, ഡൈലക്ട്രിക് കണ്ടക്ടർ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ക്വസ്റ്റ്യൻസാ. പോളറൈസേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആണ്. റേഡിയേഷൻ ഫ്രം മൂവിങ് ചാർജസ്, അത് ഗേറ്റ്, ടിഫർ, ജസ്റ്റ്, നെറ്റ് എന്ന് വേണ്ട എല്ലാ ഭാഗത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. റീസെന്റ് വന്നുകൊണ്ട് അത്ര ഇമ്പോർട്ടന്റാ. അതുപോലെ വേവ് ഗൈഡ്സും പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ, നമ്മുടെ ഇതുണ്ടല്ലോ കുളോംബിക് ഗേജ്, ലോറൻസ് ഗേജ് ഒക്കെ ഉണ്ടല്ലോ, ആ ഭാഗം കേട്ടോ. അപ്പൊ ഇത്രയും നോക്കണേ. ടോട്ടൽ അന്ന് വന്ന ക്വസ്റ്റ്യൻസ് 138 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി ഉള്ളത്. ഈ അതേഴ്സ് എന്ന് പറയില്ലേ, അതേഴ്സ് 2 ആ വന്നിരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഈ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിന്റെ, അതായത് ഈ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, പോളറൈസേഷൻ ഉണ്ട്. അതിൽ ഒപ്റ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ 2 വന്നിട്ടുണ്ട്. ഒന്ന് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിന്റെ ക്വസ്റ്റ്യൻസും, പിന്നെ ഒന്ന് ലൈറ്റിന്റെ തന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഞാൻ ഈ ടിക്ക് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ. ഇത് പഠിച്ചിട്ട് മറ്റേലേക്ക് പോയാൽ മതി. അതായത് ഒരു 60 ദിവസത്തെ പ്ലാൻ ചെയ്തിട്ട് ഇത്രയും, അതായത് ഇത് എങ്ങനെ പഠിക്കേണ്ടതെന്നും കൂടി ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ വളരെ എല്ലാ ടോപ്പിക്സും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നും കൂടി സെലക്റ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും 3.5 വെച്ചിട്ട്. വെക്ടർ അനാലിസിസ് 10 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ 4-5 ക്വസ്റ്റ്യൻസ് വരുന്നത് എപ്പോഴും ഒരു ഇയറിൽ തന്നെ 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഒരു ഇയർ പറഞ്ഞാൽ 2 പരീക്ഷകളാണല്ലോ. സോ ഒരു ഇയറിൽ തന്നെ നമുക്ക് 4-5 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇത് 32 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് കോംപ്ലക്സ് എന്ന്. 4 ഇയർ ഒക്കെ 3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, പഠിച്ച എഴുതാം, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. 3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാൽക്കുലസ് മൾട്ടിപ്പിൾസ് 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒന്നും കൂടി സ്പെഷ്യൽ ഫംഗ്ഷൻ എന്നാണ് വന്നിരിക്കുന്നത്. 13 ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഒന്നും. സ്പെഷ്യൽ ഫംഗ്ഷൻ 13 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ 18 എണ്ണാണ് വന്നിരിക്കുന്നത്. പിന്നെ ലീനിയർ ഓൾജിബ്രിക് മെട്രിക്സ് അതിന്ന് ഏകദേശം 29 ക്വസ്റ്റ്യൻസാ. അപ്പോ വെക്ടർ, ED, അതായത് വെക്ടർ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ മെട്രിക്സ്, കോംപ്ലക്സ്, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, ഇത് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതില് ഒന്നും കൂടി, ഇപ്പോ റീസെന്റ് ഇപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ട് പഠിക്കാൻ, ഓക്കെ ആണ്, മാത്തമാറ്റിക്കൽ കുഴപ്പമില്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ഒരു 3 years ആയിട്ട് അടുപ്പിച്ച് വരുന്ന ഒരു ഭാഗമാണ് ന്യൂമറിക്കൽ ടെക്നിക്സും. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ടെക്നിക്സും എലിമെന്ററി പ്രോബബിലിറ്റി തിയറി, ഈ 2 ഭാഗത്തുനിന്ന് ഇപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ഏകദേശം 15 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം 13 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. അപ്പോ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയ പഠിച്ച് തീർക്കുകയാണെങ്കിൽ, മറ്റേ പഠിക്കണ്ടെന്നല്ല, മോസ്റ്റ് പ്രോബബ്ലി ഇത് കഴിഞ്ഞിട്ട് മറ്റേക്കൊക്കെ ഇറക്കിയാൽ മതി. ഇപ്പൊ റീസെന്റ് വെച്ച് നോക്കുന്ന എല്ലാം പഠിച്ചിട്ട് എത്തില്ല നമുക്ക്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഈ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു
ലെക്ചർഷിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും നെറ്റിലേക്കൊക്കെ എത്താൻ പറ്റും. ഒരു 90 അല്ലെങ്കിൽ ഒരു 85 ഒക്കെ എന്തായാലും എത്താൻ പറ്റും ഈ ഭാഗം നോക്കിയിട്ട്. കാരണം എന്താ വെച്ചാൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 175 ക്വസ്റ്റ്യൻസാ. ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ 175 ക്വസ്റ്റ്യൻസാ. പക്ഷെ ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്കിലും 3 മാർക്കിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ 5ലൊക്കെ 3 ക്വസ്റ്റ്യൻസ്, 5ലൊക്കെ 2 ക്വസ്റ്റ്യൻസ്, 3.5 4 ചോദ്യങ്ങൾ, അങ്ങനെയൊക്കെ കടന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഒരു കൊല്ലം 4 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 32 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, എല്ലാ കൊല്ലവും എത്തുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ആറ്റോമിക് ഫിസിക്സ് ആണ്. എല്ലാവർക്കും എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇത്. എല്ലാം പഠിക്കാൻ പറ്റിയ അത്രയും നല്ല ഒരു കാര്യമാണ് ആറ്റോമിക് ഫിസിക്സ് പഠിക്കാൻ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഒന്ന് ബോർ തിയറി എന്ന് വരും, പിന്നൊന്ന് സീമാൻ ഇഫക്റ്റ് എന്ന് വരും, പിന്നെ ലേസർ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ പറയും, LS കപ്ലിങ്ങും JJ കപ്ലിങ്ങും. അതായത് ബോർ തിയറിന്ന് എങ്ങനെയാ വരിക വെച്ചാൽ പോസിട്രോണിയം ആറ്റം, യോണിക് ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം നമുക്കൊരു ബോർ തിയറിന്ന് ഏകദേശം 8 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പോസിട്രോണിയം ആറ്റം, യോണിക് ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ LS കപ്ലിംഗ്, JJ കപ്ലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് 9 ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കേണ്ട ഒന്നാണ് ആര്, സീമാൻ ഇഫക്റ്റ്. 12 ക്വസ്റ്റ്യൻസാ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലേസർ ഫിസിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ പറഞ്ഞു, ഏകദേശം 20 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ രാമൻ സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷനൊക്കെ പഠിക്കണോണ്ട് കുഴപ്പം 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ അതേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ ലേസറിന്റെ പാർട്ട് തന്നെ ഇപ്പൊ 2 ലെവല് 3 ലെവല് അങ്ങനെ ഇപ്പോ ഒപ്റ്റിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ ഈ മോളിക്കുലാർ ഫിസിക്സിൽ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ലേസർ ഫിസിക്സ് ആണ്. പിന്നെ രാമൻ സ്പെക്ട്രോസ്കോപ്പിന്ന് 2 ചോദ്യം വന്നിട്ടുണ്ട് ഈ ഒരു അടുത്തായിട്ട്. രാമനും വൈബ്രേഷനും കൂടിയിട്ട് 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോ അതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ രാമൻ സ്പെക്ട്രോസ്കോപ്പിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒന്ന് ജസ്റ്റ് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. ബട്ട് ബോർ തിയറി ഇത് 8 മാർക്കിനും വന്നിട്ടുണ്ട്. ഇതും LS കപ്ലിങ്ങും പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാം കേട്ടോ. അതുപോലെ ലേസറും. ഇതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മതി ബാക്കി സബ്ജക്ട്. അപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കുക. അതായത് പഠിച്ചിട്ടേ മറ്റേക്ക് ഇനി കടക്കുണ്ടോ അറിയാം. ചിലപ്പോൾ ഒന്ന് മറ്റൊന്നിന്റെ കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഇപ്പൊ ഇനി നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് ഇനി 60 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സെലക്റ്റീവ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ചെറിയൊരു പോർഷൻ ആണ്. നെറ്റ്വർക്ക് തിയറി അനാലിസിസ്, സെമി കണ്ടക്ടർ ഫിസിക്സ്, ബേസിക് PN ജംഗ്ഷൻ ഡയോഡ്. അതായത് നമ്മൾ ഇലക്ട്രോണിക്സിന്റെ ഭാഗമാണ്. അതിൽ കുറച്ച് അതേഴ്സ് ടോപ്പിക് ആയിട്ട് നമുക്ക് കണ്ടത് ഇതാ. അതായത് നമ്മുടെ AC സർക്യൂട്ട്, അതായത് പ്യുവർ റെസിസ്റ്റൻസ്, പ്യുവർ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സിന്റെ മുമ്പാണ് ഇത് വരിക. അപ്പൊ ഇത് നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 4 ചോദ്യങ്ങളും വന്നിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പൊ ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത്, ഇലക്ട്രോണിക്സിന്റെ ഭാഗമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് അത്യാവശ്യം ടോപ്പിക്സ് ഉണ്ട്. ഇത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിന് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഭാഗം, എല്ലാത്തിനും ഈക്വൽ പ്രോബബിലിറ്റി ഇല്ല. അതായത് ഇത് 14 ക്വസ്റ്റ്യൻസ് ടൂൾസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. പിന്നെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് 16 ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഫ്രീ പാർട്ടിക്കിൾസ് 3 എണ്ണം ഉള്ളൂ, അത് നോക്കണ്ട. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് 12 ക്വസ്റ്റ്യൻസ്. ഹാർമോണിക് ഓസിലേറ്റർ എന്ന് 11 എണ്ണം. പിന്നെ ഡിറാക് ഫംഗ്ഷൻ ആ കൂടി ഒരു ചോദ്യം വന്നിട്ടുള്ളൂ. പിന്നെ 2D 3D സിസ്റ്റത്തിൽ നിന്ന് ഒരു 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആംഗുലാർ മൂവ്മെന്റ് നല്ല രീതിയിൽ പഠിച്ചോളൂ, 12 ചോദ്യം വന്നിട്ടുണ്ട്. സ്പിന്ന് 13 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ റേഡിയൽ വേവ് ഫംഗ്ഷൻ ആകെ 4 എണ്ണേ വന്നിട്ടുള്ളൂ. അപ്പൊ അത് പഠിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ എന്തൊക്കെയാന്നുള്ളത്, ഹൈലൈറ്റ് ചെയ്തുതരാം. ടൂൾസുകൾ എന്ന് പറയുന്നതും പോസ്റ്റ്ലേറ്റ്സ്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഹാർമോണിക് ഓസിലേറ്റർ, 2D, സ്പിന്ന്, ആംഗുലർ മൊമെന്റം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്നത് നോൺ ഡീജനറേറ്റ് പെർട്ടർബേഷൻ, ഡീജനറേറ്റ് പെർട്ടർബേഷൻ. ഇതൊക്കെ 10 ചോദ്യം 15. അതായത് പെർട്ടർബേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ടോട്ടൽ 20 ചോദ്യം വന്നിരിക്കുന്നത് അപ്രോക്സിമേഷൻ മെത്തേഡിൽ നിന്ന്. വേരിയേഷൻ നിന്ന് 3 ചോദ്യങ്ങളാണുള്ളത് റീസെന്റ്. ഇതിന്ന് 2 ചോദ്യം, WKB 2 എണ്ണം. സ്കാറ്ററിംഗ് എന്ന് ഏകദേശം 10 ചോദ്യങ്ങളുണ്ട്. ഐഡന്റിറ്റി പാർട്ടിക്കിൾസ് 3 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. റിലേറ്റിവിറ്റിക്ക് 3 ചോദ്യങ്ങൾ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പെർട്ടർബേഷൻ നല്ല രീതിയിൽ നോക്കുക, പെർട്ടർബേഷൻ തിയറി നന്നായി നോക്കുക, വേരിയേഷൻ മെത്തേഡ്, WKB ഈ റീസെന്റ് നോക്കുക, സ്കാറ്ററിങ്ങും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം.
ഈ ടൂൾസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ടൂൾ, എക്സ്പെക്ടേഷൻ വാല്യൂ, പ്രോബബിലിറ്റി കാണാനുള്ളത്, എന്താണ് വേവ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഉണ്ടല്ലോ, കെറ്റ്, കമ്മ്യൂട്ടേറ്റർ, ബ്രാക്കറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ടൂൾസ്. അതേ ബേസിക് കുറച്ച് ടൂൾസുകൾ ഉണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വെക്ടറിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യില്ലേ. മെയിൻ ആയിട്ട് ഈ എക്സ്പെക്ടേഷൻ വാല്യൂ ഒക്കെ തന്നെയാണ്. പിന്നെ പോസ്റ്റ്ലേറ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാനും, അതായത് ആവറേജ് വാല്യൂ, പ്രോബബിലിറ്റി, എനർജിയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ, അതായത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മുഴുവൻ തരും, എന്നിട്ട് പറയും വാട്ട് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ വേവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ എനർജിയുടെ പ്രോബബിലിറ്റി എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. പിന്നെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് കൂടുതലും വരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ ഒന്ന് ഓരോ സ്റ്റേറ്റിന്റെ എനർജി കണ്ടുപിടിക്കാനും അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതിനേക്കാളും കൂടുതൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഷിഫ്റ്റിംഗ്, ബോക്സിന്റെ ലെങ്ത് ചേഞ്ച് ചെയ്തത് പാർട്ടിക്കിളിനെ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഒരു ബോക്സിൽ നിന്ന് മറ്റൊരു ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ അതിൽ വരും. അതുപോലെ റെക്ടാങ്കുലർ ബോക്സ്, പിന്നെ ഒരു എനർജി തരും, ഇപ്പൊ ഒരു 14 ഈസ് ഈക്വൽ ടു 14 h കട്ട് സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2ma². അപ്പൊ ഈ 14 കിട്ടാനുള്ള ഡീജനറസി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഷിഫ്റ്റിംഗ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഒരു ബോക്സിനെ നമ്മളിപ്പോ 0 to a ഉള്ള ഒരു ബോക്സിനെ നേരെ 0 to 3 ആക്കി മാറ്റും, അപ്പൊ ഷിഫ്റ്റ് ചെയ്തു. അതേപോലെ ഈ 0 to a ഗ്രൗണ്ട് സ്റ്റേറ്റിലും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലും ഒക്കെ ഇരിക്കുന്ന പാർട്ടിക്കിൾസിനെ നേരെ അവിടുത്തെ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കും തേർഡിലേക്കും ഒക്കെ ഇടും, എന്നിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഹാഫ് ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്, ഫുള്ളും ഉണ്ട്. അതിന്റെ കൂടെ ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്ററും അതുപോലെ തന്നെ അനൈസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്ററും അതിന്റെ കാര്യങ്ങൾ ചോദിക്കും നമ്മളോട്. ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് LZ, LX, L², അതായത് അതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഇല്ലേ, ലാഡർ ഓപ്പറേറ്റേഴ്സ്, അതൊക്കെ അത് L+, L-, എല്ലാതും. അതുപോലെ സ്പിൻ ആയാലും അതെ, പോളീസ് മെട്രിക്സ് ഫോംസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രോബബിലിറ്റി കാണാം, ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടർ ഒക്കെ വെച്ച് സോൾവ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ പെർട്ടുർബേഷൻ നോർമലി അറിയാലോ. പെർട്ടുർബേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഡിസ്റ്റർബൻസ് ആണ്. അതായത് ഒരു പഴയ ഹാമിൽട്ടോണിയൻ, ഒരു സിസ്റ്റത്തിന് ഒരു ഹാമിൽട്ടോണിയൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ഹാമിൽട്ടോണിയൻ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ, ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ട്. അപ്പോൾ ആ ഹാമിൽട്ടോണിയനെ കണ്ടുപിടിക്കാൻ അതായത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് ആ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മളോട് എനർജി കണ്ടുപിടിക്കാൻ പറയും, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. പിന്നെ അതിന്റെ മെട്രിക്സിന്റെ ഫോമും കണ്ടുപിടിക്കാൻ പറയും. WKB വേരിയേഷനും അതർ ടൈപ്പ് ഓഫ് അപ്രോക്സിമേഷനാണ്. അതിന്റെ ടൈം ഡയറക്റ്റ് പ്രോബ്ലത്തിനേക്കാളും അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, പ്രോബ്ലം ആയിട്ട് അല്ല. അതിനൊരു ഷോർട്ട് ട്രിക്ക് ഇക്വേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസാ വരിക. പിന്നെ സ്കാറ്ററിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആ. അതായത് സ്കാറ്ററിംഗിന്റെ ഫംഗ്ഷൻ ഓഫ്, അതായത് നമ്മളോട് എന്താണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫംഗ്ഷൻ, അത് നമ്മളോട് ഹയർ എനർജിയിലുള്ള പൊട്ടൻഷ്യൽ വെച്ചിട്ട് ചോദിക്കും, സെൻട്രൽ പൊട്ടൻഷ്യൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. അതായത് സ്കാറ്ററിംഗ്, S വേവ്, L വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺസെപ്റ്റ് അതിന്റെ ഉള്ളിലുണ്ട്. പാർഷ്യൽ വേവ് അനാലിസിസ്, അത് ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അതേഴ്സ് ഞാൻ പഠിക്കണം എന്ന് പറയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ആയി. ഇനി ക്ലാസിക്കൽ മെക്കാനിക്സിനാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ, പോയിസണസ് ബ്രാക്കറ്റ്, ഇതൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇതിലും അതേ സെലക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ ഉപകാരമാവും. സെലക്റ്റീവ് ആയിട്ട് എങ്ങനെ എടുക്കുക വെച്ചാൽ, ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ടാർഗറ്റിംഗ് ആയിട്ട് വരുന്ന ഭാഗം ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയനും കട്ടയ്ക്കാൻ നിൽക്കുന്നത്. ഇതിന്ന് 14 ക്വസ്റ്റ്യൻസും ഇതിന്ന് 12 ക്വസ്റ്റ്യൻസും, അതേ പോയിസണസ് ബ്രാക്കറ്റിൽ നിന്ന് 13 ക്വസ്റ്റ്യൻസ്. അതായത് ഇവരൊക്കെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇല്ല, കാനോണിക്കൽ അധികം ഇല്ല, 4 ചോദ്യങ്ങളുള്ളൂ ഇപ്പൊ ഈ റീസെന്റ് എടുക്കുന്ന സമയത്ത്. പിന്നെ അത് സ്മോൾ ഓസിലേഷന്റെ ഭാഗമാണ്. ഇതിലെ സ്മോൾ ഓസിലേഷൻ ഉണ്ടല്ലോ, അത് റിപ്പീറ്റഡ് ആണ്. ഇതിന്ന് ഏകദേശം 15 ക്വസ്റ്റ്യൻസ് സ്മോൾ ഓസിലേഷൻ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്നൊക്കെ 4 ചോദ്യങ്ങളാ വരുന്നുള്ളൂ ഫേസ് സ്പേസ് നിന്ന്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് റിലേറ്റിവിറ്റിയാ, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. 36 ചോദ്യങ്ങളാണ് ഹൈലൈറ്റ്, 35 ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് ഒരു ക്വസ്റ്റ്യൻ റീസെന്റ് വന്നിട്ടുണ്ട്. അതുപോലെ സ്യൂഡോ ഫോഴ്സ് എന്ന് ഒരു 3 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. സ്യൂഡോ ഫോഴ്സ് എന്ന് റീസെന്റ് പറഞ്ഞ ഒരു 5 years 6 years എടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം പഠിച്ചിട്ട്, പിന്നെ റിജിഡ് ബോഡി പഠിക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, സെൻട്രൽ ഫോഴ്സും റിജിഡ് ബോഡി ഉണ്ട്. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇപ്പൊ സെൻട്രൽ ഫോഴ്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, 16 എണ്ണം ഉണ്ട്. റിജിഡ് ബോഡിന്നും 5 എണ്ണം ഉണ്ട്. ഇല്ലാന്നല്ല, ഇത് സമയം എടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഞാൻ ഹൈലൈറ്റ് ചെയ്യാം, സെൻട്രൽ ഫോഴ്സും റിജിഡ് ബോഡിയും സ്പെഷ്യൽ തിയറിയും സ്മോൾ ഓസിലേഷനും കേട്ടോ. ഇത്രയും പഠിച്ചാൽ മതി. അടുത്തത്
ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിക്സ്. അതിൽ ആദ്യത്തെ 3 പേരേനെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണേ. റീസെന്റ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പ്ലസ് ഡിഗ്രി ബേസ്ഡ്. ഇനി ഇലക്ട്രോണിക്സിലേക്ക് മറ്റേക്ക് എത്തുമ്പോഴേക്കും ഡിജിറ്റലും ഉണ്ട്, അനലോഗും ഉണ്ടല്ലോ നമുക്ക്. ഇതിൽ ഇലക്ട്രോണിക്സ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇതിന് 2 ഭാഗങ്ങളുണ്ട്, അനലോഗും ഡിജിറ്റലും. അപ്പൊ ചില ആളുകൾക്ക് അനലോഗ് ഇഷ്ടമാണെങ്കിൽ ചില ആളുകൾക്ക് ഡിജിറ്റൽ മേ ബി ഇഷ്ടമാവണമെന്നില്ല. ചിലപ്പോൾ ഡിജിറ്റൽ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം, അനലോഗിലെ ചില ടോപ്പിക്സ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും അഡ്വൈസ് ചെയ്യുക, കുറച്ച് ആളുകളെ ഒന്ന് അഡ്വൈസ് ചെയ്ത് തരാം. ഒന്ന് ഏറ്റവും താഴേന്ന് പോവാം. എക്സ്പെരിമെന്റൽ ടെക്നിക്സ് ഈ ഭാഗത്തുനിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, 17 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എറർ അനാലിസിസ് നിന്ന് 9 എണ്ണം. ഒന്നും കൂടി അഡ്വൈസ് ചെയ്യുക, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ബേസിക് അതിന്ന് 14 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡിജിറ്റലിന് ഗേറ്റുകളുടെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല പഠിച്ചെടുക്കാം എന്ന് ഉണ്ടെങ്കിൽ ഈ ഒപ്പാമിന്റെ ഇന്റഗ്രേഷനും ഒപ്പാമിന്റെ ഈ ഭാഗവും, അതായത് ഇതിൽ നിന്ന് ഏകദേശം 12 ചോദ്യങ്ങൾ, ഇത് 14 ക്വസ്റ്റ്യൻസ് ആ വന്നിരിക്കുന്നത്. ബാക്കി ഇത്രയും ഭാഗങ്ങൾ വിടണമെങ്കിൽ വിടാം, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതായത് ക്ലിപ്പർ എന്താ ഐഡിയ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, പക്ഷെ ഇത്രയും ഇത് മസ്റ്റ് ആയിട്ട് വേണം. മുകളിലെ ആളെ സ്കിപ്പ് ചെയ്യരുത്. അതിപ്പോ റീസെന്റ് 3 years ആയിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്നും എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ എന്നും ഫെർമി എനർജി കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ജംഗ്ഷൻ ഡയോഡ് പഠിക്കുമ്പോൾ എന്താ സെനാറോ എന്നൊക്കെ പഠിക്കും. ബട്ട് ഈ ഒപ്പാമും ഡിജിറ്റലും ഈ പറഞ്ഞ ഈ എക്സ്പെരിമെന്റൽ ടെക്നിക്സും എറർ അനാലിസിസും മറക്കരുത്. കാരണം എറർ എന്തായാലും ചോദിക്കും. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, പിന്നെ കെ മാപ്പ് അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എറർ എന്തായാലും പഠിക്കണം, എക്സ്പെരിമെന്റൽ ടെക്നിക്സും പഠിക്കണം. എക്സ്പെരിമെന്റൽ ടെക്നിക്സിന്റെ കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഏകദേശം ഇതിന്ന് 111 ക്വസ്റ്റ്യൻസ് ആ വന്നിരുന്നത് ഇലക്ട്രോണിക്സിന്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് പഠിച്ചാൽ മതി, ടൈം എടുത്ത്. കാരണം അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇനി എല്ലാ ഭാഗങ്ങളിലും ഹൈലൈറ്റ് ചെയ്ത് കുറെ ഭാഗങ്ങൾ പറഞ്ഞു. അതിൽ നിങ്ങളൊരു 60 ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോണ ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യം എന്തായാലും മറക്കാതെ നോക്കണം. എന്തൊക്കെ വന്നാലും മറക്കാതെ നോക്കണം. ബാക്കി എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ടോളൂ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഇനി പഠിക്കണ്ടേ വെച്ചാൽ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കല് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ വെക്ടർ അനാലിസിസ് എടുക്കുക. നിങ്ങൾ വെക്ടർ അനാലിസിസിന്റെ ഒരു ഷോർട്ട് നോട്ടും ഒരു ലെങ്തി നോട്ടും റെഫറൻസ് ടെസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കുക. അതൊരു ലെങ്തി നോട്ട് ഉണ്ടാക്കുക, അതിന്റെ എല്ലാ പോയിന്റുകളും. അതായത് എന്താണ് ട്രയാങ്കിളോ, എന്താ പാരലോഗ്രാമിലോ, എന്താ വെക്ടർ, ആ വെക്ടറിൽ വരുന്ന എല്ലാ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കുക. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 2022 മുതലുള്ള 10 ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലെഴുതുക. അതായത് നെറ്റിന്റെ മാത്രമല്ല, നെറ്റ്, ഗേറ്റ്, ടിഫർ, ജസ്റ്റ് വേണമെങ്കിൽ അതർ എൻട്രൻസ് എക്സാം, ഇപ്പൊ സെറ്റിന്റെ, CUETയുടെ ഇത് വേണ്ട. ഗേറ്റ് വെക്ടറിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി, അത് മുഴുവൻ ചെയ്യുക. അതായത് നമുക്ക് മനസ്സിലാക്കണം, ഓക്കെ എന്റെ വെക്ടർ കംപ്ലീറ്റഡ് ആയി. അത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോകേണ്ടത് മെട്രിക്സ് ചെയ്യാൻ നോക്കുക. മെട്രിക്സിൽ ഇതുപോലെ ഒരു നോട്ട് ഉണ്ടാക്കുക, പഠിക്കുക. കോംപ്ലക്സ് ചെയ്യുക, ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിന്, അല്ലാതെ ഒരെണ്ണം കഴിഞ്ഞ അടുത്തേക്കല്ല. ഇത് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടില്ല. അപ്പൊ ഞാൻ പറയട്ടെ, കോംപ്ലക്സ് കഴിഞ്ഞ ഉടനെ സ്പെഷ്യൽ ഫംഗ്ഷൻസിലേക്ക് പോയി. അപ്പൊ നിങ്ങൾ അയ്യോ 4 year ഒന്നും പഠിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. ബട്ട് അങ്ങനെയല്ല, ടോപ്പിക് എടുത്തിട്ട് ഈ ടോപ്പിക്കിന് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ഈ ടോപ്പിക്സ് നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ അപ്പൊ ക്രിസ്റ്റലോഗ്രഫി, അപ്പൊ നിങ്ങൾ വിചാരിക്കും എക്സ്റേ ഡൈഫ്രാക്ഷനും റെസിപ്രോക്കൽ ലാറ്റിസും പഠിച്ചിട്ട് വേണ്ടേ പോവാൻ. അങ്ങനെ ഒന്നുമില്ല. അത് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് മാക്സിമം നമ്മൾ ബേസ് ഉണ്ടാക്കുക. ചിലപ്പോൾ നമ്മൾ ഈ ടോപ്പിക് പഠിക്കുമ്പോൾ എന്തായാലും പ്രീവിയസ് ആയിട്ടുള്ള ഈ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടും. ഇപ്പൊ എന്താ ബോണ്ടിങ് എന്നൊക്കെ കിട്ടും. എന്തായാലും നമ്മൾ ലാറ്റിസ് വൈവ്, അപ്പോൾ ഇതുവരെ ഈ ബോണ്ടിലാണ് കണക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ വാണ്ടർവാൾസ് ബോണ്ട് അല്ലെങ്കിൽ എന്താ എനർജി ബാൻഡ്, അപ്പൊ നിങ്ങളൊന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും ഇന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത്. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഒരു നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇതിന്റെ എല്ലാ പ്രീവിയസ് ഇയേഴ്സും, അത് നെറ്റ് മാത്രം അവരുടെ എല്ലാത്തിന്റെ എഴുതണം. ഓക്കെ, എന്നിട്ട് ഓരോ ടോപ്പിക്കും, അതായത് നിങ്ങൾ ഒരു എക്സാമിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഒരു 60 ടോപ്പിക്ക് മസ്റ്റ് ആയിട്ടുണ്ടാവും. ഏത് എക്സാമിന് പോയാലും ഈ 60 ടോപ്പിക്ക് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. അല്ലാതെ സബ്ജക്ട് സ്ട്രോങ് ആവണമെന്ന് ഞാൻ പറയില്ല, കാരണം അതിനുള്ള ടൈം നമുക്ക് ഇല്ല. ഇപ്പൊ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ടോപ്പിക്സ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പോവുക, അതിനെന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഒന്ന് നോക്കൂ. നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. ടോപ്പിക്സ് ഇതിപ്പോ 60 എണ്ണം 65 എണ്ണം ഉണ്ടല്ലോ, ഇതില് പലതും ട്രിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് വെരി സിമ്പിൾ ട്രിക്ക് വെച്ചിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്താൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ കുറെ ടൈം ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അതല്ലാതെ ട്രിക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിലൊരു 23 ടോപ്പിക്സ് CSIR നെറ്റിന് ട്രിക്സ് വെച്ചിട്ട് മാത്രം സോൾവ് ചെയ്യാവുന്നതുണ്ട്. അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ.